ഇനി ചിക്കൻ കറി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനായി ആദ്യം തന്നെ കൈക്ക് വൃത്തിയാക്കി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചെറുനാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വലിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. വലിയുള്ളി ചേർത്ത ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം വഴന്നു വന്ന ശേഷം ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ നല്ലപോലെ വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ വെന്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാം.